സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ ഓച്ചിറ, കരുനാഗപ്പള്ളി, അതേപോലെ ആലപ്പുഴ ജില്ലയിലെ ചേപ്പാട് ഭാഗത്തെ കാഴ്ചകളാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങുന്നത് ചേപ്പാട് ഭാഗത്തു നിന്നാണ്. ചേപ്പാട് ഭാഗത്തു നിന്ന് കരുനാഗപ്പള്ളി വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഹരിപ്പാട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദൂരത്തിൽ മാത്രമാണ് മെയിൻ ഹൈവേയുടെ പണികൾ കഴിഞ്ഞിട്ടുള്ളൂ. ചേപ്പാട് ഭാഗത്ത് ഈ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ കേട്ടിരുന്നു. കുറച്ച് പഴക്കം ചെന്ന പള്ളിയാണ്. ഇതിൽ ചുമർ ചിത്രങ്ങൾ അധികം പഴക്കം ചെന്ന ചിത്രങ്ങളാണ്. അപ്പോൾ അതൊക്കെ പൊളിച്ചു മാറ്റുന്നതിൽ ഇവിടുത്തെ ആളുകൾ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഇതിന് മുൻഭാഗം പൊളിച്ചു മാറ്റുന്നതൊക്കെ ഇവിടുത്തെ ആളുകൾ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ചേപ്പാട് ഭാഗത്ത് 1 കിലോമീറ്റർ അടുത്ത് നീളമുള്ള ഒരു ഫ്ലൈ ഓവർ ആണ് വരുന്നത് കേട്ടോ. ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള ഗാഡറും കാര്യങ്ങളൊക്കെ ഇവിടെ കാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ സർവീസ് റോഡിലൂടെയാണ് കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കടന്നു പോകുന്നത്. സർവീസ് റോഡ് രണ്ടാമത്തെ ടാറിങ് കഴിഞ്ഞാട്ടോ. അതാണ് ആ ഒരു കറുത്ത കളർ അങ്ങനെ കാണുന്നത്. അപ്പോൾ ഇവിടെ മുതലാണ് ഫ്ലൈ ഓവർ തുടങ്ങുന്നത്. ഈ ഭാഗത്തൊന്നും കാര്യമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ പിയറിന് പണികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇതാണ് ആ പള്ളിട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ഭാഗം പൊളിച്ചു മാറ്റണം എന്നുണ്ട്. പക്ഷെ അത് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വന്നപ്പോൾ ഇപ്പം എന്തായിക്കണമെന്ന് അറിയില്ല. ഇവിടെയുള്ള ആളുകളൊന്നും അറിയിക്കണേ. ഇവിടെ കുറെ ഫ്ലെക്സ് ബോർഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത് പൊളിക്കലിനെതിരെ, അത് ഈ മുൻഭാഗമൊക്കെ പൊളിക്കുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ നടന്ന മാറ്റം എന്താ വെച്ചാൽ, ഈ ഇടതുവശത്തുള്ള പിയറിന്റെ പണികളെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പിയറിന്റെ കോലം അന്നേ കഴിഞ്ഞതാണ്. ഇവിടെ കുറച്ച് ഭാഗത്ത് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, ഗഡർ വെച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ കാര്യമായിട്ടുള്ള ഒരു പുരോഗതി ഇപ്പോൾ ഇവിടെ ഇല്ല. ഇവിടെ ഈ ഒരു കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് വലത് സൈഡിലുള്ള പിയറിന്റെ ആ ഒരു ഭാഗത്തിട്ടോ. കേസ് നടക്കുന്നത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, കാര്യമായിട്ടുള്ളൊരു പുരോഗതി ഈ ഫ്ലൈ ഓവറിന്റെ ഭാഗത്തില്ല. ഇവിടെ മാത്രമല്ല, ഈ ഒരു വിശ്വസമുദ്രയുടെ റീച്ചിൽ ഈ ഒരു ഭാഗത്ത് കാര്യമായിട്ടുള്ളൊരു പുരോഗതി നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരുപാട് സ്ഥലത്ത് അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള സമരപ്പന്തലുകളും ഫ്ലെക്സ് ബോർഡുകളൊക്കെ കാണാൻ പറ്റി. കൊല്ലം ജില്ലയിലാണ് കൂടുതലായിട്ട് കാണാൻ പറ്റിയിട്ടുള്ളത്. എന്തായാലും മലബാർ മേഖലയെ അപേക്ഷിച്ച് തെക്ക് ഭാഗത്ത് പണി വളരെ സ്ലോ ആണ്. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് കൊല്ലം ജില്ലയോട് അടുക്കുമ്പോൾ കുറച്ച് വേഗത കൂടുതലായിട്ട് നമുക്ക് കാണും. അതായത് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ദേശീയപാതയുടെ പണികളുണ്ടല്ലോ, തൃശ്ശൂർ ചാവക്കാട് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ഭാഗത്തെ പണികളെ വെച്ച് നോക്കുമ്പോൾ അതേപോലത്തെ ഒരു സംഭവമാണ് ഈ ഒരു ആലപ്പുഴ ജില്ലയുടെ അവസാന ഭാഗവും. അതേപോലെ കൊല്ലം ജില്ലയിലെ ശിവാലയ കമ്പനിയാണ് പണികൾ ചെയ്യുന്നത്. കൊല്ലം ജില്ലയിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടുത്ത വീഡിയോ കൊല്ലം ജില്ലയിലെ കാഴ്ചകളാണ്. കൊല്ലൊക്കെ വേറെ ലെവലാണ്. ഇവിടെ ഒരുപാട് ദൂരത്തിൽ ഈ ഒരു ടാറിങ് ചെയ്യുന്ന പണികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. രാമപുരം ആ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. രാമപുരം ചേപ്പാട് കഴിഞ്ഞതിന് ശേഷമുള്ള അങ്ങാടിയാണ്. അവിടെ കുറച്ച് ദൂരത്തിൽ മെയിൻ ഹൈവേയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. മെയിൻ ഹൈവേയുടെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. ഒരു കോലമാക്കി എടുത്തിട്ടുള്ളൂ. DBM ചെയ്യുന്ന പണികൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളൂ. BC ചെയ്യുന്ന പണികൾ ഇനിയും ബാക്കി. സർവീസ് റോഡിനൊക്കെ നല്ല വീതി ഉണ്ട് കേട്ടോ. കരിയിലക്കുളങ്ങര, രാമപുരം, മാളിയേക്കൽ ജംഗ്ഷൻ, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഈ ഒരു മെയിൻ ഗാരേജിന്റെ പണികൾ ഈ ഒരു കോലത്തിലായിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന പണികളൊക്കെ ഇങ്ങനെ, ആ ഒരു കാല് വെക്കുന്ന പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സർവീസ് റോഡ് നല്ല വീതി കിട്ടും. ഈ ഭാഗത്തേക്ക് സർവീസ് റോഡ് 2 വേ ആക്കുന്നതിനൊരു പ്രശ്നമുണ്ടോ? പക്ഷേ ഇവിടെ ഫുട്പാത്താണ് കാണാൻ പറ്റാത്തത്. ഫുട്പാത്തിന് ഈ സൈഡിൽ ഡ്രെയിനേജിനോട് ചേർന്നുള്ള ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ട് ഫുട്പാത്ത് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ഈ ഒരു മാളിയേക്കൽ ജംഗ്ഷൻ എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു അടിപൊളി ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ഇവിടെ കണ്ടില്ല നിങ്ങൾ, ഇവിടെയൊക്കെ ഈ ഒരു കോലം ആക്കി എടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ വിശ്വസമുദ്രയാണ് പണി ചെയ്യണം കേട്ടോ. കളർ കോഡ് കഴിഞ്ഞതിന് ശേഷം വിശ്വസമുദ്രയുടെ റീച്ചാണ്. വിശ്വസമുദ്ര എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ബൈപ്പാസിന്റെ പണി ചെയ്യുന്ന കമ്പനിയാണ്. ഇവിടെ BC ചെയ്യുന്ന പണികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാലം മുമ്പാണ് ഈ പ്രദേശത്തെ കാഴ്ചകളൊക്കെ നിങ്ങളൊക്കെ എത്തിച്ചിട്ടുള്ളത്. അതിൽ ഈ ഒരു ഭാഗം അന്ന് ഉൾപ്പെടുത്തിയിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കാരണം നമ്മളെ ഒരു ഏരിയ അല്ലാത്തത് കൊണ്ട് ചെറിയ ചെറിയ സ്ഥലപ്പേരുകളൊക്കെ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ എന്തായാലും ഇവിടെ കടയുടെ ഭാഗത്തുള്ള ആ കടമയിലുള്ള പേര് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. മാളിയേക്കൽ ജംഗ്ഷൻ എന്നൊക്കെ ഇങ്ങനെ കണ്ടു. രാമപുരം, അതേപോലെ കുളങ്ങര, അങ്ങനെ ഒരുപാട് സ്ഥലപ്പേരുകൾ കണ്ടു. പിന്നെ ഈ ഭാഗത്തുള്ള ആളുകൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു വർത്തമാനം കേൾക്കുമ്പോൾ ഇവന് എന്ത് തേങ്ങയുടെ പറയുന്നത് എന്ന് തോന്നിപ്പോകും. സുഹൃത്തുക്കളെ, നമ്മ വീട് വന്ന് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നതാ ഇங்கே വന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിക്കുന്നു. ഇവിടെ കണ്ട BCയുടെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഹോസ്പിറ്റലിന് മുമ്പിൽ കേട്ടോ. സർവീസ് റോഡിലൂടെ പോയിരുന്ന വാഹനങ്ങളെ ഇപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് മെയിൻ ഹൈവേയുടെ പകുതി ഭാഗത്ത് കൂടെയാണ് ഇപ്പോൾ ആലപ്പുഴ ഭാഗത്തേക്ക് കടത്തി വിടുന്നത്. ആ ഒരു ടാറിങ്ങിന്റെ പണി നടക്കുന്നത് കൊണ്ട് അതിലൂടെ അങ്ങനെ വിടുക കേട്ടോ. ഏതായാലും ഇവിടെയൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാറ്റങ്ങൾ ഉണ്ടായിക്കണമെന്ന് വെച്ചാൽ നമ്മൾ കുറേ കാലമായി വന്നിട്ട് ഇവിടെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് തോന്നൂല. നല്ല പൊടിശലുണ്ട് കേട്ടോ.
അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് മണ്ണുയർത്തുന്ന പണികളൊക്കെ കുറച്ച് സ്ഥലത്തൊക്കെ പെൻഡിങ് ഉണ്ട്. അതേപോലെ ആറി ബ്രിക്ക് വെച്ചിട്ടല്ല, ആറി പാനൽ, ആ ഒരു പാനൽ വെച്ചിട്ടാണ് മണ്ണുയർത്തുന്ന പണികൾ നടത്തുന്നത്. ഇതും മാളിയേക്കൽ ജംഗ്ഷൻ തന്നെയാണ് ആ ഒരു ഭാഗം കേട്ടോ. നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്ക് ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോയതാണ്. ഇവിടൊക്കെ എങ്ങനെ വാളിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അമ്പലപ്പുഴ ഭാഗത്ത് കണ്ട ആ ഒരു ഭാഗത്തേക്കാൾ ഏറെ കുറച്ച് മാറ്റങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഏതായാലും ഒരു അണ്ടർപാസിനോട് ചേർന്നുള്ള ഭാഗത്ത് പകുതി ഭാഗം മണ്ണിട്ടേർത്തുന്ന പണികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സർവീസ് റോഡ് ഈ ഒരു ഭാഗത്ത് നല്ല വീതിയുണ്ട്. മലപ്പുറം ജില്ല പോലെയല്ല. മലപ്പുറം ജില്ലയിൽ കട്ട് ചെയ്തു പോകുന്ന കട്ട് ആൻഡ് ഫില്ല് ചെയ്ത ഭാഗത്ത് സർവീസ് റോഡ് വീതി ഉണ്ടാകും. പക്ഷെ കട്ട് ചെയ്ത ഭാഗത്ത് പല സ്ഥലത്തും സർവീസ് റോഡ് തീരെ വീതിയില്ല കേട്ടോ. അതാണ് ഈ കുളപ്പുറം, അതേപോലെ ഒരുപാട് സ്ഥലത്ത് കട്ട് ചെയ്ത ഭാഗത്ത് സർവീസ് റോഡ് വീതി കുറവായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ കണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് അപ്പുറത്തേക്കൊക്കെ ഈ ഒരു മെയിൻ ഹൈവേയുടെ പണി കഴിഞ്ഞ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് ദൂരത്തിൽ ഏകദേശം 1 കിലോമീറ്ററിൽ കൂടുതൽ ഈ ഒരു ഭാഗമൊക്കെ ടാറിങ് ചെയ്ത പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കായംകുളം ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കായംകുളം എത്തുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗത്തൊക്കെ മെയിൻ ഹൈവേയുടെ പണികൾ ഈ ഒരു കോലം ആക്കി എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഏകദേശം ഒരു കുറച്ച്, അതായത് അന്ന് ആ ഭാഗം കാണിച്ചത് 2 വർഷം മുമ്പാണ്. അതിനുശേഷം 1 വർഷത്തിന് ശേഷം വന്നിരുന്നു. അന്ന് ഈ ഒരു ഭാഗം കാണിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്ത് ഡ്രോൺ ഫ്ലൈ ചെയ്യാത്തത്. ഇവിടെ അതിനുശേഷം കാര്യമായിട്ടുള്ളൊരു പുരോഗതി ഉള്ളതായിട്ട് തോന്നുന്നില്ല. അന്ന് നമ്മൾ ഈ ഒരു മെയിൻ ഗാരേജിലൂടെ ആയിരുന്നു, പകുതി ഭാഗത്ത് കൂടെ ആയിരുന്നു പോയിരുന്നത്. പക്ഷെ ഇന്ന് 2 ഭാഗത്ത് കൂടെയും വാഹനങ്ങൾ പോകുന്നുണ്ട്. നല്ല ബ്ലോക്കാട്ടോ. അവിടെ എന്താ ഒരു മുഷ്കിൽ സംഭവിച്ചിരിക്കണേ. ഏകദേശം 15 മിനിറ്റോളായി നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്ത് കെട്ടിക്കിടക്കുന്നു. വെയിലിന്ന് മാറി തണലുള്ളതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ കായംകുളം ഭാഗത്ത് എത്തിയിട്ടുണ്ട്. കായംകുളത്താണ് തീരെ പണി നടക്കാത്ത കേട്ടോ. കായംകുളത്ത് KSRTC ടെർമിനലിന്റെ പണി നടക്കുന്നുണ്ട്. അതും തീരെ വേഗത ഇല്ല എന്ന് തോന്നുന്നു. കാര്യമായിട്ടൊരു പുരോഗതി ഇതർ നെഹി ഹേ. അണ്ടർപാസ് കണ്ടെങ്കിൽ അതേപോലെ തന്നെ. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ തീരെ പണി നടക്കാത്ത ഒരു ഭാഗമായിട്ട് കായംകുളം മാറി. കായംകുളം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ പിന്നെ മെയിൻ ഹൈവേയുടെ പണികൾ കുറേ കാലം മുമ്പ് കഴിഞ്ഞതാട്ടോ. ഇതിലൂടെ ഒന്ന് സഞ്ചരിക്കുമ്പോൾ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷെ പ്രധാനപ്പെട്ട ജംഗ്ഷനിലൂടെ പോകുമ്പോൾ ട്രാഫിക് ഉണ്ടാവും കേട്ടോ. ഇതാണ് ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ അതിർത്തി. കൃഷ്ണപുരം കൊട്ടാരം എന്ന് കേട്ടാണ് നിങ്ങൾ. ഏതായാലും കൃഷ്ണപുരം ഈ ഒരു ഭാഗത്ത്, ജില്ലാ അതിർത്തിയുടെ ഈ ഒരു ഭാഗത്ത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ അന്ന് നമ്മൾ വന്നപ്പോൾ ഇവിടെ കുറേ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു, ഇലക്ഷൻ്റെ സമയമായതുകൊണ്ട്. അപ്പോൾ ഇവിടെ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് മണ്ണുയർത്തുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പണികൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ കേട്ടോ, കൊല്ലം സൈഡ് ഈ ഒരു ഭാഗത്തേക്ക്. ആലപ്പുഴ സൈഡ് അതാണ് ആലപ്പുഴ സൈഡ്. അപ്പോൾ ഇതും വിശ്വസമുദ്ര കമ്പനിയുടെ റീച്ചാണ്. കൊല്ലം ബൈപ്പാസ് ശക്തികുളങ്ങര ഭാഗം മുതലാണ് ശിവാലയ കമ്പനിയുടെ റീച്ച്. ഇവിടെ ഒരു അടിപൊളി കുളമുണ്ട്. ആ കുളത്തിൻ്റെ ഭാഗത്തൊക്കെ ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇനി റോഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അവിടെ കുറച്ച് ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്താൽ റോഡിൻ്റെ ആ ഒരു വ്യൂവും കുളത്തിൻ്റെ ആ വ്യൂ, രാത്രിക്കത്തെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് മൊഞ്ചു കൂടും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓച്ചിറ ഭാഗത്തേക്കാണ്. കൊല്ലം ജില്ലയിലേക്ക് ഈ ഒരു ദേശീയപാത 66 കടക്കുമ്പോൾ ഉള്ള ആദ്യ അങ്ങാടിയാണ് ഓച്ചിറ കേട്ടോ. ഓച്ചിറ ഒരു പ്രശസ്തമായിട്ടുള്ള സ്ഥലം കൂടിയാണ്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, അത്യാവശ്യം വലിയൊരു ക്ഷേത്രമാണ്. ഒരുപാട് തീർത്ഥാടകർ വന്നു പോകുന്ന ഒരു ക്ഷേത്രം കേട്ടോ ഓച്ചിറ. അപ്പോൾ ഓച്ചിറ എത്തുന്ന ആ ഒരു ഭാഗം, ഓച്ചിറ ടൗണിലുള്ള അണ്ടർപാസിനോട് ചേർന്നുള്ള ആ ഒരു ഭാഗം വരെ ഇവിടെ കണ്ടങ്ങൾ കാര്യമായിട്ടൊരു പണിയും നടന്നിട്ടില്ല. ആ സൈഡിൽ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ആ ഒരു ഹൈവേയിലൂടെ, അതായത് ആദ്യമുള്ള ഓച്ചിറ ടൗണിലൂടെയാണ് ഇപ്പോൾ ഇരുവശത്തേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓച്ചിറ ടൗണിൽ നല്ല ഗതാഗത കുരുക്കുണ്ട്. ഇവിടെ കുറച്ച് പണികൾ ബാക്കിയുണ്ട്. നിലവിലുള്ള ഒരു ഹൈവേയോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് അതൊക്കെ കട്ട് ചെയ്ത് സർവീസ് റോഡിന്റെ പണികൾ തീർത്ത് ഇതിലൂടെ കണ്ട ഈ ഒരു സർവീസ് റോഡ് ഇങ്ങനെ കൊണ്ടുപോകണം. ഈ ഒരു ഭാഗത്തേക്ക്, കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളെ ഈ ഒരു സർവീസ് റോഡിലൂടെ കടത്തി വിട്ടുകയെന്നുണ്ടെങ്കിൽ ഓച്ചിറ ടൗണിലുള്ള ഗതാഗത കുരുക്കിന് ചെറിയൊരു പരിഹാരം ഉണ്ടാകും. കുറച്ചായിട്ട് പണി തീർക്കാനുള്ളൂ. അവിടെ ഒരു ഡ്രെയിനേജും കൾവേർട്ടും അതിനൊക്കെ ഒരു പണി തീർക്കാനുള്ളൂ. ഈ അണ്ടർപാസ് കണ്ടില്ല ഞങ്ങൾ, അണ്ടർപാസിന്റെ ഈ ഒരു ഭാഗം വരെയാണ് സർവീസ് റോഡ് ഉള്ളത്. അവിടെ നിന്നിട്ടുള്ള സർവീസ് റോഡ് കണക്ട് ആക്കിയിട്ടില്ല. അപ്പോൾ വാളിന്റെയും അതേപോലെ സർവീസ് റോഡിന്റെ പണികൾ കണ്ട് തീർത്താലേ ഓച്ചിറ ടൗണിലുള്ള ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ പറ്റും. ഓച്ചിറ ക്ഷേത്രം ഇതാട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആളുകൾ വരുന്ന സ്ഥലമാണ്. വലിയ വലിയ ബസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കാണാൻ നമുക്ക്. ഇതല്ല, ഇതൊരു കവാടം പോലത്തെ ഒരു കവാടാണിത്. ഇതിന്റെ അപ്പുറത്തേക്കാണ് ഇതുള്ളത്. ഒരു ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പൊ ഇതാണ് ഓച്ചിറ. ഈ ഒരു ഭാഗത്തും കുറച്ചൊരു ഗതാഗത കുരുക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ അനുഭവപ്പെടാറുണ്ട്. നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് സുഹൃത്തുക്കളെ. നമ്മുടെ ഈ ഒരു ദേശീയപാത 66 കൊല്ലം ജില്ലയിലെ 2 ടോൾ പ്ലാസകളാണ്
വരുന്നത് കേട്ടോ. ഒന്ന് ഈ കാണുന്ന ഓച്ചിറ ഭാഗത്ത് വരുന്ന ടോൾ പ്ലാസ, അത് കഴിഞ്ഞതിന് ശേഷം പാരിപ്പള്ളിയിലാണ് കുറച്ചും കൂടി ഒരു മാറ്റം കേട്ടോ. ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ എടുത്ത ദിവസം തന്നെയാണ് പാരിപ്പള്ളി ഭാഗത്തെ വീഡിയോ എടുത്തത്. അതുകൊണ്ട് ആ ഭാഗം ഇന്ന് കണ്ട ആൾക്കാർ ആ വീഡിയോ കണ്ടോളി. കൊല്ലം ജില്ലയിലെ ഏറ്റവും നല്ല മാറ്റങ്ങൾ നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ടോൾ പ്ലാസയുടെ ഭാഗത്ത് കാര്യമായിട്ട് എന്തെങ്കിലും പുരോഗതി ഉണ്ടോയെന്ന് വെച്ചാൽ കാര്യമായിട്ടുള്ള പുരോഗതി ഇല്ല. റോഡിന്റെ പണി ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഫിസിക്കലി ഒരു 60% പോലും ആയിട്ടില്ല ഈ ഒരു കൊല്ലം ജില്ലയിലെ ശിവാലയുടെ റീച്ചിലിട്ടോ. എന്തായാലും ടോൾ പ്ലാസ കൊല്ലം ജില്ലയിൽ ആദ്യം തുറക്കാൻ പോകുന്ന ടോൾ പ്ലാസ പാരിപ്പള്ളി ടോൾ പ്ലാസ ആയിരിക്കും. ഈ ഓച്ചിറക്ക 2 കൊല്ലം കാത്തിരിക്കേണ്ടി വരും. ടോൾ പ്ലാസയുടെ ഭാഗത്ത് കാര്യമായിട്ട് എന്താ വെച്ചാൽ ബിൽഡിങ്ങിന്റെ പണികളും മറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ടോൾ പ്ലാസ കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് ദൂരത്തിൽ മെയിൻ ഹൈവേയുടെ പണികൾ കഴിഞ്ഞിട്ട്, പണികൾ കഴിയാന്ന് പറഞ്ഞാൽ മെയിൻ ഹൈവേയുടെ കോലം ആക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ. അവിടെ ബിറ്റുമിൻ ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടില്ല. DBM ചെയ്യുന്ന പണികൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു DBM ചെയ്ത ഭാഗത്ത് പകുതി ഭാഗം തുറന്നു കൊടുത്ത് അതിലൂടെയാണ് കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും കടന്നു പോകുന്നത്. അവിടെ ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിന് കളർ ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സൈഡിലുണ്ടെങ്കിൽ ഫുള്ള് പൊടി. അതേപോലെ സർവീസ് റോഡിന്റെ പണികൾ ബാക്കിയുണ്ട്. ലൈറ്റ് വെക്കുന്ന, അതായത് കാല് വെക്കുന്ന പണികൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടില്ല. ഇവിടെ റോഡ് മാർക്കിങ്ങോ കാര്യങ്ങളോ ഇതുവരെ ഈ ഒരു ആലപ്പുഴ ജില്ലയിൽ എവിടെയും നടന്നിട്ടില്ല കേട്ടോ. ഇതാണ് വവ്വാക്കാവിൽ അണ്ടർപാസിന്റെ ഭാഗത്ത് വളരെ അധികം പണികൾ ബാക്കിയുണ്ട്. സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ത്രിപിളച്ചിക്കാണ്ടാണ് നമ്മളെ നേരക്ക് വന്നത്. അതിനുശേഷം ഇവിടെ കുറച്ച് സ്ഥലത്ത് ഒരു സൈഡില് കളർ ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ BC ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടില്ല. അതേപോലെ ലൈറ്റ് ആ ഒരു കാല് ഫിറ്റ് ചെയ്യുന്ന പണികൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മീഡിയയിലുള്ള ക്രാഷ് ബാരിയർ കണ്ടാൽ എനിക്ക് മനസ്സിലാകും. അതിലൂടെ എപ്പോഴും ആൾക്കാർ അപ്പുറത്തേക്കും ഇങ്ങനെ അടിയിൽ കൂടെ ഇങ്ങനെ തിരികെ കയറുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ റോഡിന്റെ കോലം ആക്കി എടുത്തിട്ടുണ്ട്. തെക്ക് ഭാഗത്തുള്ള സുഹൃത്തുക്കളെ, ഞങ്ങളെ ഭാഗത്തൊക്കെ, അതായത് മലപ്പുറം ജില്ലയിൽ 1ാമത്തെ റീച്ച് 2ാമത്തെ റീച്ച് കോഴിക്കോട് ബൈപ്പാസിലൊക്കെ ആളുകൾ ഇങ്ങനെ അടിച്ച് മിന്നി പോവുകയാണ്. റോഡിന്റെ പണികൾ മൊത്തം കഴിഞ്ഞു. ആ ഒരു സമയത്താണ് നിങ്ങളുടെ ഭാഗത്തും പണികൾ തുടങ്ങിയത്. പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യമില്ല, നിങ്ങൾ കുറച്ച് കാലം കൂടി കാത്തിരിക്കണം. ഇതാണ് പുതിയ കാവ് ഭാഗത്ത് മണ്ണുട്ടിയർത്തുന്ന പണികൾ ഇങ്ങനെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. തകൃതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തകൃതി ഇല്ല. പക്ഷെ കുറച്ച് ദൂരം ഇങ്ങനെ പണി ഒന്നും നടക്കാത്ത ഭാഗത്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ഭാഗം കാണുമ്പോൾ ഇവിടെ കുറച്ച് പണികൾ നടക്കുന്നുണ്ടല്ലോ എന്ന് തോന്നിപ്പോകും. പുറത്തുള്ള ആളുകളും കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങളുടെ നാട്ടിൽ ദേശീയപാതയുടെ പണികൾ എത്രത്തോളം ആയി എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടാകും. സുഹൃത്തുക്കളെ, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്കടുത്ത് വരെ ഇതാണ് ദേശീയപാതയുടെ പുതിയ വിശേഷങ്ങൾ കേട്ടോ. കാര്യമായിട്ടുള്ള പണികൾ, നമ്മളെ ആ ഒരു പണി കഴിഞ്ഞ ഭാഗം, നല്ല ബിരിയാണി തിന്നിട്ട് ലോക്കൽ ബിരിയാണി തിന്നുമ്പോൾ നമുക്ക് ആ ഒരു മടുപ്പ് തോന്നുമല്ലോ. അപ്പം നല്ല റോഡിലൂടെയൊക്കെ അടിച്ച് മിന്നി വന്ന് നല്ല കാഴ്ചകളൊക്കെ കണ്ടു വന്ന് ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ പണികൾ തീരെ നടക്കുന്നില്ല. ഇതൊരു താലൂക്ക് ഹോസ്പിറ്റലാട്ടോ. താലൂക്ക് ഹോസ്പിറ്റൽ നോക്കിയാണ് നിങ്ങൾ എന്താ സെറ്റപ്പിലെ. ഞാനിത് ഇതിൽ ഉൾപ്പെടുത്താനുള്ള കാര്യം എന്താ വെച്ചാൽ, ഡ്രോണൊന്നും ഇല്ലാതെ അന്ധകാലം 2023 ഞാൻ ഈ ഒരു കരുനാഗപ്പള്ളി ഭാഗത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ പൈലിംഗ് പണികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അന്നും റോഡിൻ്റെ പൈലിംഗ് പണികൾ, അതായത് പിയറിൻ്റെ പൈലിംഗ് പണികൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും പാലത്തിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. ഹോസ്പിറ്റലിൻ്റെ പണികൾ കഴിഞ്ഞിട്ടെന്ന് തോന്നുന്നു. ഏതായാലും സെറ്റായിട്ടുണ്ട്. കരുനാഗപ്പള്ളി ഈ ഒരു കൊല്ലം ജില്ലയിലെ കൊല്ലം ടൗൺ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ളൊരു ഭാഗം കൊട്ടിയം കുറച്ച് തിരക്കുണ്ട് തോന്നുന്നു. കൊട്ടിയം കരുനാഗപ്പള്ളി രണ്ടും ഏകദേശം സെയിം ആണ്. ഇതാട്ടോ ഹോസ്പിറ്റൽ എത്ര നിലയുണ്ട്. എന്തായാലും അതിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. അതൊക്കെ PRD ടീമും PR-ഉം കാര്യങ്ങളൊക്കെ ആയിട്ട് പൈസ മുടക്കിയിട്ട് ഇഷ്ടം പോലെ ആളുകൾ അങ്ങനെ ചെയ്ത് പോയിക്കോളും. നമ്മളതിലോട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ പ്രീകാസ്റ്റഡ് ഗാർഡറും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. കരുനാഗപ്പള്ളി ടൗണിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കരുനാഗപ്പള്ളിയിലൊക്കെ സ്ഥലത്തിന് നല്ല പൈസ, അതായത് ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് നല്ല പൈസ കൊടുത്തിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ ചില സ്ഥലത്തൊക്കെ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലത്തിന് നല്ല പൈസ ഉണ്ട്. ഈ ഒരു കരുനാഗപ്പള്ളി ഭാഗത്താണ് ഏറ്റവും ഉയർന്ന പൈസ നിരക്ക് എന്ന് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞതാണ്. എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് അറിയില്ല. ഏതായാലും നമ്മളെ ഏരിയയിൽ, നമ്മളെ പഞ്ചായത്തിലാണ് ഏറ്റവും കുറവ്. ഏറനഗർ പഞ്ചായത്തിലാണ് ഏറ്റവും കുറവ്.
അപ്പോൾ എന്തായാലും ഈ ഒരു കരുനാഗപ്പള്ളി ഈ ഭാഗത്ത് ഫുള്ളായിട്ടൊരു ഫ്ലൈ ഓവറാണ്. ഏകദേശം 1 കിലോമീറ്ററിലധികം നീളമുള്ള ഫ്ലൈ ഓവറാണ് കരുനാഗപ്പള്ളിയിൽ വരുന്നത്. ആദ്യമുള്ള ഫ്ലൈ ഓവറിനേക്കാളേറെ നീളം കൂട്ടിയിട്ട് ആണ് ഇപ്പം നിർമ്മിക്കുന്നത്. അതായത് ആദ്യം ഒരു ഫ്ലൈ ഓവറിൻ്റെ ഒരു കണക്കുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെയുള്ള ആളുകൾ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തി ശക്തമായ ഇടപെടലുകളും മറ്റൊക്കെ നടത്തിയിട്ട് ഫ്ലൈ ഓവറിന്റെ നീളം കൂട്ടിയിട്ടുണ്ട്. 30 മീറ്റർ വീതിയുള്ള 40 സ്പാനാണ് ഈ ഒരു കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിൽ വരുന്നത് കേട്ടോ. അതായത് 1200 മീറ്റർ, 1 കിലോമീറ്ററിലധികം നീളമുള്ള ഒരു അടിപൊളി ഫ്ലൈ ഓവറാണ് കരുനാഗപ്പള്ളി നഗരത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഫ്ലൈ ഓവറോട് വരുന്നതോട് കൂടിയിട്ട് ഇവിടെയുള്ള കച്ചവടങ്ങളോ ഒന്നും നശിക്കാൻ വേണ്ടി പോകുന്നില്ല. ആളുകൾക്ക് സുഖമായിട്ട് അപ്പുറത്തേക്കും എല്ലാ ഭാഗത്തും കൂടി കടക്കാൻ പറ്റൂല, എന്നാലും സുഖമായിട്ട് അപ്പുറത്തേക്കൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കരുനാഗപ്പള്ളി ടൗണിൻ്റെ ആ ഒരു പ്രതാപം എന്നും നിലനിൽക്കും. ഇതേപോലെ ഫ്ലൈ ഓവർ എല്ലാ തിരക്കേറിയ ടൗണിലും കൊടുത്തിരുന്നു എങ്കിൽ ഈ മണ്ണുട്ടിയർത്തുന്നതിന് പകരം, അതായത് കട്ട വെച്ച് മണ്ണുട്ടിയർത്തുന്നതിന് പകരം അത്യാവശ്യം വലിയ ടൗണുകളിലൊക്കെ ഇതേപോലത്തെ ഫ്ലൈ ഓവർ കൊടുത്തിരുന്നു എങ്കിൽ ആ ഒരു നഗരത്തിലെ, അല്ലെങ്കിൽ ആ ഒരു ടൗണിലെ ആ അങ്ങാടിയിലെ കച്ചവടങ്ങളൊക്കെ ഇന്നും അതേപോലെ നിലനിൽക്കും. എന്തായാലും കരുനാഗപ്പള്ളി നമ്മളെ ഈ കോഴിക്കോട് മലപ്പുറം ഭാഗത്തൊക്കെ ഉള്ളത് പോലത്തെ ഒരു അങ്ങാടിയാണ്. ഇഷ്ടം പോലെ ഫാസ്റ്റ് ഫുഡ് കടകളുണ്ട്, വലിയ ടെക്സ്റ്റൈൽസുകൾ, അതേപോലെ ഹോട്ടലുകൾ, അങ്ങനെ നമ്മൾ ആ ഒരു ഏരിയയിലൊക്കെ കാണുന്നത് പോലത്തെ, മോശമാക്കി പറയല്ല കേട്ടോ, ഇഷ്ടം പോലെ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു അത്യാവശ്യം വലിയൊരു സ്ഥലമാണ് കരുനാഗപ്പള്ളി. ഏതായാലും കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് കാര്യമായിട്ട് ഇപ്പം ഇങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഗാഡർ വെച്ച് 320 ഗാഡറാണ് ഈ ഒരു കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിന് മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. അതായത് 320 ഗാഡർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നത്. ഇതാണ് ഹോസ്പിറ്റൽ കേട്ടോ, താലൂക്ക് ഹോസ്പിറ്റലാണ്. എന്തായാലും സുഹൃത്തുക്കൾ, അപ്പോൾ ഇതൊക്കെയാണ് കരുനാഗപ്പള്ളി വരെയുള്ള പുതിയ വിശേഷങ്ങൾ. ചേപ്പാട് മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ലൈക്ക് അടിക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താണ്ട് പോയിക്കോളൂ. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രദേശത്തേക്ക് വന്ന് നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ. ജയ് ഹിന്ദ്.